എന്നാൽ ഇവന്മാർ ഈ ഒരു കുറഞ്ഞ പ്രൈസിക്ക് ഇമാതിരി അഡാർ ഐറ്റംസ് എങ്ങനെയാണ് പടച്ചു വിടാറുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഒന്നൊന്നര ഐറ്റമാണ് ഇൻഫിനിക്സ് GT30 Pro. ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. എന്നാലോ നമ്മുടെ കീശ വലുതായിട്ട് കീറുന്നതല്ല, ഒരു മിഡ് റേഞ്ച് സെക്ഷനിലുള്ള ഒരു കിഡിലനായിട്ടുള്ള ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. എനിവേ ഈ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഗെയിമിങ്ങിനെ കുറിച്ച് മാത്രമല്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട്. കാരണം ഏകദേശം 10 ദിവസത്തോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്ന കാര്യം കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് ഈ കാണുന്ന 2 ട്രിഗറാണ്, GT ട്രിഗർ. ഇത് പക്ഷേ ഫിസിക്കൽ ബട്ടണോ കാര്യങ്ങളൊന്നും അല്ല, കപ്പാസിറ്റീവ് ടച്ച് ബട്ടണാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിസിക്കൽ ബട്ടൺ ഉണ്ടാകുന്ന ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരില്ല. എനിവേ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. PUBG മൊബൈൽ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ ഗെയിമിംഗ് ഫോണാണ് ഇൻഫിനിക്സ് GT30 Pro. PUBG മൊബൈൽ എഴുതിയ കാണാം. അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പിറകിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യഥാർത്ഥ ബോക്സ്. ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് GT30 Proയുടെ ബോക്സ്. ഇത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു ഔട്ടർ ബോക്സ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കിൽ തന്നെയാണ്. ശരിക്കും ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് ഈ ഒരു ഔട്ടർ ബോക്സിൽ തന്നെ കാണാൻ സാധിക്കും. PMSൽ നിന്നും അതുപോലെ തന്നെ വിന്നർ ചിക്കൻ ഡിന്നർ എന്നുള്ള രീതിയിൽ PUBGയുടെ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. എനിവേ ബോക്സിനകത്തായിട്ട് നമുക്ക് 45 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്റർ, Type A to Type C ചാർജിങ് കേബിൾ, അതുപോലെ തന്നെ PUBGയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കോഡും നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള TPU കേസാണ് വരുന്നത്. 3 കളേഴ്സിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണെങ്കിലും 2 കളേഴ്സിലാണ് നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആണ്. 3ാമത്തെ കളർ ഒരുപക്ഷെ അടുത്ത് തന്നെ ലോഞ്ച് ആവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലേഡ് വൈറ്റും ഷാഡോ ആഷും, അതായത് വൈറ്റും ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ഡാർക്ക് ഫ്ലെയറിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ബാക്ക് പാനലും ബോഡി ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഈ ഒരു ഗ്രേ കളറിലും വൈറ്റ് കളറിലും മാറ്റ് ഫിനിഷിലും ഡാർക്ക് ഫ്ലെയർ എന്ന് പറയുന്ന ആ ഒരു ബ്ലാക്ക് കളറിൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലോസി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ഫ്ലെയറിൻ്റെ ആ ഒരു പിറകിൽ RGB ലൈറ്റാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു 2 കളേഴ്സിലും ഇത്തരത്തിലുള്ള വൈറ്റ് ലൈറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക. എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് സാധാരണ രീതിയിൽ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി ബൾക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ ഇത് സാധാരണ ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി 8mm ബോഡി തിക്നെസ്സും 189 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുകൾ വശത്തായിട്ട് 2 ട്രിഗേഴ്സ് കാണാൻ സാധിക്കും. ഇത് ഫിസിക്കലായിട്ടുള്ള കീ അല്ല, കപ്പാസിറ്റീവ് ടച്ച് ആണ് വരുന്നത്. വളരെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു പൊസിഷനായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം ബ്രോക്കേഴ്സും വരുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, IR ബ്ലാസ്റ്റർ, സെക്കൻഡറി സ്പീക്കറുകളിൽ ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ വരുന്നത്. 2 നാനോ സിം കാർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, Type C ചാർജിങ് പോർട്ട്, സ്പീക്കറുകളിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു ഗെയിമിംഗ് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫീൽ നമുക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ IP64 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവുക എത്രത്തോളം മികച്ച രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് എന്നതാണ്. അത് പറയുന്നതിന് മുമ്പ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള 1-2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഓൾ ഡേ ഫുൾ FPS സിസ്റ്റം എന്നതും നോ ഫ്രെയിംസ് മിസ്ഡ് എന്നുള്ള രീതിയിലാണ് ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു ബോക്സിന് മുകളിൽ അവർ കൊടുത്ത കാര്യം എന്ന് പറയുന്നത്. ആ പറഞ്ഞതിൽ വലിയ തെറ്റില്ല എന്നുള്ള രീതിയിലാണ് പേഴ്സണലി ഇത്രയും ദിവസം എനിക്ക് ഗെയിം കളിച്ചപ്പോൾ ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത്. എസ്പെഷ്യലി PUBGയുടെ കാര്യം. സാധാരണ രീതിയിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 120 FPS PUBG കളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്മാർട്ട് ഫോൺ മാത്രമേ നമുക്ക് കണ്ടുവരാറുള്ളെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഓൾമോസ്റ്റ് ഒരു 99% ടൈമിൽ നമുക്ക് 120 FPS സ്മൂത്ത് ആയിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില സമയത്ത് 118, 119 എന്നുള്ള രീതിയിലുള്ള ചെറിയൊരു വേരിയേഷൻ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. പക്ഷേ ഒരു രക്ഷയില്ലാത്ത പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ ആ ഒരു PUBGയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ എടുത്ത് പറയണം മറ്റൊരു കാര്യമാണ്, ശരിക്കും ഒരു ഗെയിമിംഗ് കൺസോൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ഫീൽ ലഭിക്കുന്ന തരത്തിലുള്ള ആ ഒരു ട്രിഗർ ബട്ടൺസ് നമുക്ക് മുകൾ വശത്തായിട്ട് കാണാൻ സാധിക്കും. ഫിസിക്കൽ ബട്ടൺ അല്ല, അതുകൊണ്ട് അതെങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു ഡാമേജ് ആവുന്നുള്ളൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള കപ്പാസിറ്റി ബട്ടണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിൽ ആ ഒരു ട്രിഗർ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ട്രിഗർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെഫ്റ്റ് റൈറ്റിൽ നമുക്ക് എന്താണോ നമുക്ക് പ്രിഫർ ചെയ്യുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ സ്പോർട്സ് മോഡ് എന്ന് പറയുന്ന ഒരു കിണ്ണം കാച്ചിയ ഒരു ഐറ്റം ഇതിലുണ്ട്. അതായത് ആ ഒരു സ്പോർട്സ് മോഡ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു പെർഫോമൻസ് ഗെയിമിങ്ങിലേക്ക് കൺട്രോൾ ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ആ കോൾസോ നോട്ടിഫിക്കേഷനോ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട്
കംപ്ലീറ്റ് ആ ഒരു പെർഫോമൻസ് CPU-യുടേത് നമ്മുടെ ഗെയിമിങ്ങിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഫോണൊന്ന് ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇതിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് കൂളാവുന്നുണ്ട്. ചുരുക്കി പറയാനാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ അതിലും മികച്ച രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ സാധാരണ ഗെയിമിംഗ് മോഡലൊക്കെ കണ്ടുവരുന്ന ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിതിലുണ്ട്. ഇതിൽ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം കുറഞ്ഞ വിലയിൽ കിഡിലനായിട്ടുള്ള ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് തേടുന്നതെങ്കിൽ ഒരു സംശയമില്ല, അമ്മാതിരി ഗെയിമിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. സംഭവം ഒക്കെ റെഡിയാണ്. ഏറ്റവും കിടിലനായിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുമെങ്കിലും ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം വെറും ഗെയിം മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. എസ്പെഷ്യലി ഡിസ്പ്ലേ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള 144 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 1600 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്, 4500 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് മോഡ്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ ഏതൊരു സിറ്റുവേഷനിലും നല്ല ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 7i ആണ് പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. താരതമ്യേന ബെസൽസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഒരു ഫുൾ വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ HDR കണ്ടന്റ് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 440 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 2340 ഹെഡ്സിൻ്റെ PWM ഡിമ്മിങ് ഉള്ളത് കൊണ്ട് തന്നെ ലോ ലൈറ്റിലൊക്കെ നമുക്ക് താരതമ്യേന ഫ്ലിക്കറിങ് കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സെൻസറോട് കൂടിയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിതിൽ ഫിംഗർ ലോക്കും വർക്ക് ചെയ്യാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇമാതിരി ഗെയിമിംഗ് പെർഫോമൻസിന് പിറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത് MediaTek Dimensity 8350 Ultimate എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത്. 4 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 3.35 GHz ആണ് ക്ലോക്ക് സ്പീഡ്. ഇനി ഗ്രാഫിക് പെർഫോമൻസിന് പിറകിൽ രഹസ്യം എന്ന് പറയുന്നത് Mali G615 MC6 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. പെർഫോമൻസ് ആയിട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു സമയം വരെ പറയത്തക്ക രീതിയിലുള്ള ലാഗിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല കിഡിലനായിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു പെർഫോമൻസ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഇൻഫിനിക്സിൻ്റെ തുടക്കകാലത്തിലൊക്കെ നമ്മൾ കേട്ടു വന്നിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ യൂസർ ഇൻ്റർഫേസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ലാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ബട്ടറി സ്മൂത്ത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് പേഴ്സണലി ഇത്രയും ദിവസം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഖത്തറിൽ 12GB 256GB ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണത്. മറ്റ് ചില രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ളത് 8GB റാമിൽ 256 അവൈലബിൾ ആണ്, 12GB റാമിൽ 256GB അവൈലബിൾ ആണ്, 12GB റാമിൽ 512GB മറ്റു ചില രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. LPDDR 5X റാമിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്ന 4.0 ആണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ UFS സ്റ്റോറേജ് ടൈപ്പ് 4.0 എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള സ്മാർട്ട് ഫോണിൽ മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കിഡിലനായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ മൊത്തത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Wi-Fi 6 ആണ് വരുന്നത്. ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്, ഡ്യുവൽ 4G LT ഇതിൽ സപ്പോർട്ടാണ്, ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്. IR ബ്ലാസ്റ്റർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്, NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ Android 15 ബേസ്ഡ് XOS 15 ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റാണ് കമ്പനി ഇതിൽ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിരലിൽ എണ്ണാവുന്ന മാത്രം ഇതിൽ ബ്ലോട്ടേഴ്സേ ഉള്ളൂ. അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ആഡ്വേഴ്സും കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസ് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി AI ഫീച്ചേഴ്സ് ഇവരുടെ തന്നെ വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോലക്സ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനി, സർക്കിൾ ടു സെർച്ച്, AI സ്റ്റുഡിയോ, ട്രാൻസ്ലേറ്റ്, ട്രാൻസ്ക്രൈബ് തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക AI ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബാറ്ററി വരുന്നത് 5500 mAh 45 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെൻ്റ് ആയിട്ട് കൂടിയും ഇതിൽ ഇവർ വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതും 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട്, 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർഡ് ചാർജിങ്, 5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട്. അതായത് എന്തൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണകത്ത് കുത്തിക്കയറ്റാൻ പറ്റുമോ അതൊക്കെ ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസം ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്.
സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. അതുപോലെ തന്നെ ഫോൺ കയ്യിലെടുത്ത് വെച്ചിട്ടൊക്കെ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ചെറുതായിട്ടുള്ളൊരു വൈബ്രേഷൻ നമുക്ക് പിറകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും അത്യാവശ്യം ഒരു മികച്ച സ്പീക്കർ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറയിൽ ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. 108 മെഗാ പിക്സൽ മെയിൻ ലെൻസും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ് റിയർ ക്യാമറയിൽ വരുന്നത്. പക്ഷേ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വീഡിയോഗ്രാഫിയുടെ കാര്യം തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ സാമ്പിളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ആ ഒരു സമയത്ത് മനസ്സിലാവും എത്രത്തോളം മികച്ചതാണ് ഇതിൻ്റെ വീഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇനി ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് അത്ര മോശമാണെന്നോ അല്ലെങ്കിൽ ഒരു ആവറേജ് എന്നുള്ള രീതിയിലൊന്നല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. അത് ഡേലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും HDR പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിലും മാക്രോ ഒക്കെ ജസ്റ്റ് ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതല്ലാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ഫോട്ടോസും അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. നമുക്ക് എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDRൻ്റെ കാര്യമാണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡെയിലി ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ ഒരു ഡീസൻറ്റ് ക്യാമറ എന്നുള്ള രീതിയിലാണ് റിയർ ആൻഡ് സെൽഫി ഫോട്ടോസിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജാണ് 4K 60 ഫ്രെയിം ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷനും നല്ല കിഡിലനായിട്ടുള്ള സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ സൂപ്പർബായിട്ടുള്ള HDR പെർഫോമൻസും കാണാൻ സാധിക്കും. സത്യം പറയാനാണെങ്കിൽ ഞാനൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണിൽ നിന്നും ഇത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു 4K വീഡിയോ എക്സ്പെക്ട് ചെയ്തേയില്ല. നല്ല സൂപ്പർബായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി തന്നെയാണ് കാണാൻ സാധിച്ചത്. സെൽഫി വീഡിയോ ഫുട്ടേജാണ് 4K 30 ഫ്രെയിം ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. എടുത്ത് പറയേണ്ടത് കിഡിലനായിട്ടുള്ള സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല സൂപ്പർബായിട്ടുള്ള HDR പെർഫോമൻസും കാണാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണെങ്കിൽ കൂടിയും ക്യാമറയിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് വീഡിയോഗ്രാഫിയിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഖത്തറിൽ ഈ ഒരു GT30 Proയുടെ പ്രൈസ് എന്ന് പറയുന്നത് 12GB + 256GBക്ക് 1119 ഖത്തറിൽ ഏകദേശം ഇന്ത്യയുടെ 28,000 രൂപയ്ക്ക് മുകളിലാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഓൾ ഓവർ GCCയിലും ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കുന്നതാണ്. ഇനി ഇന്ത്യയുടെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിൽ ഇതിൻ്റെ ആ ഒരു ലിങ്ക് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പ്രൈസ് നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കുന്നതാണ്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള നെഗറ്റീവ്സ് ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പകരം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി GCCയുടെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. അത് പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും ഇവൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ആൻഡ് ബാറ്ററി പെർഫോമൻസും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ പേഴ്സണൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുന്നതാണ്. എന്താണോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ, ആ ഒരു കാര്യം കൂടി ഒന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.